Hello, good afternoon. Hello, good afternoon. Hello. Hello, good afternoon. Hello, present അല്ലേ? Good afternoon, Miss. Okay. അപ്പൊ നമ്മൾ കുറച്ച് പദ്ധതികളൊക്കെ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു. പദ്ധതികൾ കുറച്ചും കൂടി ഉണ്ട്. എന്താ പറയാ, എല്ലാവരും ഭയങ്കര പഠിക്കുന്ന ടൈമാണ്, വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ക്ലാസ് തുടങ്ങാലോ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ കുറച്ച് പദ്ധതികളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എന്നാലും ചെറിയ ചെറിയ ടോപ്പിക്കാണ്. നോക്കാം. ആദ്യമായിട്ട് മുതിർന്ന പൗരന്മാർക്കായുള്ള പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് ചില പദ്ധതികൾ എന്താ, നമുക്ക് ഇതിന്റെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. അപ്പൊ ചിലപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്കിന്റെ ആണെങ്കിലും നമുക്ക് നോക്കാം. മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള പദ്ധതികൾ എന്താ നോക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൌൺ കാലത്ത് ആവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി എന്ന പദ്ധതിയാണ്. ലോക്ക്ഡൌൺ സമയത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നമ്മുടെ ആവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. പ്രശാന്തി ഓർമ്മിക്കാം. തന്നെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. അതായത് ലോക്ക്ഡൌണിന്റെ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണത്. ആ ടൈമിൽ ഗ്ലൂക്കോമീറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതിനുള്ള പദ്ധതിയാണ് വയോമധുരം. കേൾക്കുമ്പോ നമ്മള് എന്താ പറയുക, നമ്മുടെ ഓപ്ഷനിൽ പ്രശാന്തി വയോമധുരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ അതങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഏത് ഓപ്ഷനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചിലപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല. അതായത് ഈ ടൈമിലൊന്നും ലോക്ക്ഡൌണുമായി സംബന്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ വേർഡുകൾ വരാം. പ്രശാന്തി, വയോമധുരം ഒക്കെ നോക്കി വെച്ചേക്കാം. വയോജനങ്ങൾക്ക് സേവനങ്ങൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി സേജ്. വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി. ഇപ്പോഴത്തെ കാലത്തല്ലേ വയോജനങ്ങൾക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള കുറെ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ ആ പദ്ധതി സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സേജ്. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. അതാണ് ആ പദ്ധതിയുടെ ഫുൾ ഫോം. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ. ഓക്കെ. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങൾ സഹായം എത്തിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോരക്ഷ. വയോരക്ഷ ഇമ്പോർട്ടന്റ് ആണോ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന. അപ്പൊ ഇതില് ഏതൊക്കെ പെടാം എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട്, പിന്നെന്താണ് നമ്മൾ പറയുന്നത്, സാമൂഹിക ബുദ്ധിമുട്ട്. സാമൂഹിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി. കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. വയോജനങ്ങൾക്കുള്ളതാണ്. എന്താണ് ശാരീരിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒപ്പം തന്നെ എന്താണ് സാമൂഹിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് അവർക്കുള്ള പദ്ധതിയാണ് വയോരക്ഷ. വയോരക്ഷ. വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുമ്പോൾ എന്താണ്, മരുന്നുകള് വീട്ടിലെത്തിക്കുക. കാരുണ്യ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് മരുന്നുകള് വീട്ടിലെത്തിക്കുന്ന പദ്ധതി. മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നവജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക്. മുതിർന്ന പൗരന്മാരാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ചില തൊഴിലുകൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് എങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതിയാണ് നവജീവൻ. നവജീവൻ. ഓക്കെ, ഒത്തുവെച്ചേക്ക. നവജീവൻ എന്താണ്, കാരുണ്യമായിട്ട് പോകുമ്പോൾ എന്താണ്, വയോരക്ഷ. വയോരക്ഷ എന്താണെന്നുള്ളത് അതിൽ 3 ടേം ഉണ്ട്. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട്. ഓക്കെ. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. എത്ര വയസ്സ് എന്നുള്ള പ്രത്യേക നോട്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണെങ്കിൽ 65 അല്ലെ, 65 വയസ്സാണ് വയോജനങ്ങൾ എന്നുള്ള ഒരു ലേബലിൽ വരുന്നത്. അപ്പൊ വയോമിത്രം എന്ന പദ്ധതിയാണ് ഇവർക്കുള്ള പദ്ധതിയാണ്. അതിന്റെ വയസ്സ് ചോദിക്കുമ്പോൾ 65 വയസ്സ്. ഇനി അപ്പോ ചെറിയൊരു ടോപ്പിക്കാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക. വയോരക്ഷ എന്താണെന്നുള്ളത്, അതേപോലെ കാരുണ്യമായിട്ട് പോകുമ്പോൾ നവജീവൻ തൊഴിലായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ ആണെങ്കിൽ
സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് നവജീവൻ. തന്നെ നമുക്ക് വീണ്ടും എന്താണ് ചെറിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് റയറായിട്ട് ഞാൻ ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ്. വിനോദസഞ്ചാര പദ്ധതികളോ വിനോദസഞ്ചാര പദ്ധതികളുമുണ്ട് ഇതേപോലെ തന്നെ. നോക്കാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, MT വാസുദേവൻ നായർ തുടങ്ങിയവരുടെ തട്ടകങ്ങളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം നീള തീരത്തെ സാംസ്കാരിക പൈതൃകവും കോർത്തിണക്കുന്ന പദ്ധതിയാണ് മലബാർ ലിറ്റററി സർക്യൂട്ട്. മലബാർ ലിറ്റററി സർക്യൂട്ട് എന്താണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ, അതായത് കുറച്ച് എഴുത്തുകാരന്മാരുണ്ട്, ഓർത്ത് വെച്ചേക്ക. തുഞ്ചത്ത് എഴുത്തച്ഛൻ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, MT വാസുദേവൻ നായർ തുടങ്ങിയവരുടെ തട്ടകങ്ങളെ ബന്ധിപ്പിക്കുന്നതോടൊപ്പം നീളാതീരത്തെ സാംസ്കാരിക പൈതൃകവും പുറത്തിറങ്ങുന്ന നീളാതീരത്തിൽ ഇതൊക്കെ ഓക്കെയാണ്. അപ്പം നീളാതീരത്തെ സാംസ്കാരിക പൈതൃകവും കോർത്തിണക്കുന്ന പദ്ധതിയാണ് മലബാർ ലിറ്റററി സർക്യൂട്ട്. ദെൻ മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല. ഒരു ടൂറിസം പദ്ധതിയാണ്. ഇപ്പൊ കുറെ ടൂറിസം പദ്ധതികളുണ്ട്. അപ്പോ എന്താണ് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാല് കോഴിക്കോടാണ് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി. സുരക്ഷിത വിനോദസഞ്ചാരത്തിനായി കേരളം ആരംഭിക്കുന്ന പദ്ധതി ബയോ ബബിൾ. സുരക്ഷിത വിനോദസഞ്ചാരത്തിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബയോ ബബിൾ. ബയോ ബബിൾ എന്താണ്? സുരക്ഷിത വിനോദസഞ്ചാരത്തിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബയോ ബബിൾ. കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങളിൽ വിശ്രമ സങ്കേതം ആരംഭിക്കുന്നതിനുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതി ഒന്ന് പറഞ്ഞു നോക്കിയത്. നിങ്ങൾ കുറെ പദ്ധതി ഞാൻ തന്നെയുള്ള പദ്ധതി, ഏതെങ്കിലും പദ്ധതി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പദ്ധതിയാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങളിൽ വിശ്രമ സങ്കേതം ആരംഭിക്കുന്നതിനുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതി ആരെങ്കിലും? അൺമ്യൂട്ട് അല്ലേ നിങ്ങൾക്ക്? പറഞ്ഞോ. തണലാണോ? വഴിയോരാണ്. ഓർത്ത് വെച്ചേക്ക. അതായത് കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങളിൽ വിശ്രമ സങ്കേതം അതെന്താണ്? വഴിയോരം പദ്ധതി. ഇപ്പൊ 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ വിനോദസഞ്ചാരവുമായിട്ട്. മറക്കണ്ട. എന്താണ് ബയോ ബബിൾ എന്ന് പറഞ്ഞത്? എന്താണ് ബയോ ബബിൾ എന്ന് പറഞ്ഞത്? എന്താണ്? ആരെങ്കിലും പറയൂ. ബയോ ബബിൾ എന്ന് പറഞ്ഞത് എന്താണ്? വിനോദസഞ്ചാരത്തിന് സുരക്ഷിത വിനോദസഞ്ചാരം. അതേമാതിരി തന്നെ വഴിയോരങ്ങളിലൊക്കെ നമുക്ക് വിശ്രമ സങ്കേതം, അതെ, ജലഗതാഗതമാണെങ്കിലും റോഡ് ഗതാഗതമാണെങ്കിലും പാതയോരങ്ങളിൽ വിശ്രമ സങ്കേതം ഒരുക്കുന്ന പദ്ധതി വഴിയോരം. ഓക്കെ, മറന്നു പോകണ്ട. അപ്പൊ അത്രയും 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെന്താണ്? മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട്. ഗതാഗത വാർത്താവിനിമയ പദ്ധതികൾ നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ വയോരക്ഷയുടെ ഇമ്പോർട്ടന്റ് ആണ്. അതില് സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭിക്കുന്നതാണ്. എന്താണ് കാരുണ്യ അറ്റ് ഹോം? നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. ഇനി ഒരു സമയം കണ്ടെത്തണ്ട. കാരുണ്യ അറ്റ് ഹോം അവർക്ക് മെഡിസിൻ എത്തിക്കും. ഇനി എന്താണ് നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം? അതായത് നമ്മുടെ വയസ്സ് അല്ലെ, എന്തിന്റെ വയസ്സാണ്? വയോമിത്രത്തിന്റെ വയസ്സാണ്. അത് മുനിസിപ്പൽ ഓർ കോർപ്പറേഷൻ പദ്ധതിയിൽ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് 65 വയസ്സിന് മുതൽ. മുനിസിപ്പലും കോർപ്പറേഷനും ഉണ്ടാവും. പഞ്ചായത്ത് പറയുന്നില്ല. മുനിസിപ്പൽ ഓർ കോർപ്പറേഷൻ പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്ന ഒരു എന്ത് പദ്ധതിയാണ്? വയോമിത്രം. വയോരക്ഷയല്ല, വയോമിത്രം 65 വയസ്സിന് എന്താണ് അവര് മുനിസിപ്പലും അതേപോലെ തന്നെ കോർപ്പറേഷനും പരിധിയിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ വിനോദസഞ്ചാരം ഞാൻ പറഞ്ഞു. എന്താണ്? സാംസ്കാരിക, അതായത് ബയോ ബബിള് ഓർത്ത് വെച്ചിരിക്കുക, വഴിയോരം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഗതാഗത വാർത്താവിനിമയ പദ്ധതികളുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് റോഡുകൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ്. ഒരു പറയാം, 2 വശത്തും ഇരുവശത്തും മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന പദ്ധതി ഹരിത കേരളം.
ഹരിത കേരളം. ആ പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം. റോഡുകൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം. ഓക്കെ, ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷയ്ക്കും ഗതാഗത നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കുന്നതിനും വേണ്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുഭയാത്ര. 4 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. 1, റോഡ് അപകടം കുറയ്ക്കാനായിട്ട്. 2, റോഡ് സുരക്ഷ. പിന്നെ 3, ഗതാഗത നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കൽ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വകുപ്പ്? സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്രയിൽ പെടാത്തവ ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശുഭയാത്രയിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞ ഈ ഓപ്ഷൻസ് തരാം. 1 എന്താണ് നമ്മൾ പറഞ്ഞത്? റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്. 2, റോഡ് സുരക്ഷ, ഗതാഗത നിയമങ്ങളുടെ കർശനമായ നടപ്പിലാക്കുക. ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശുഭയാത്ര. തന്നെ കേരളം വിഭാവനം ചെയ്യുന്ന അതിവേഗ റെയിൽവേ പദ്ധതി എന്താണ്? റെയിൽ പദ്ധതി എന്ന് പറയുന്നത് സിൽവർ ലൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. അത് കേരളം വിഭാവനം ചെയ്യുന്ന എന്തിന്റെ പദ്ധതിയാണ്? അതിവേഗ റെയിലിന്റെ പദ്ധതി. റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ. ഓക്കെ, ഇനി എന്താണ്? സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് KCB നടപ്പാക്കിയ പദ്ധതി. അത് നമുക്കറിയാം, തെരുവ് വിളക്കുകൾ. നമ്മൾ മരത്തിന്റെ കാര്യം പറഞ്ഞു. മരത്തിന്റെ കാര്യം എന്താണ്? ഇരുവശത്തും മരം വച്ചു പിടിപ്പിക്കുന്നതിന് നമ്മുടെ വിളക്കുകള്, തെരുവ് വിളക്കുകള് LED ആക്കുന്നതിന് വേണ്ടിയിട്ട് KCB നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിലാവ്. ഓർത്തു വെച്ചേക്കാം, നിലാവ്. ഇനി നെക്സ്റ്റ്, ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് അവികസിത മേഖലകളിലും ബസ് സർവീസ് ആരംഭിക്കുന്നതിനായി KSRTC നടപ്പാക്കുന്ന പദ്ധതി. നിങ്ങൾക്ക് അറിയാവുന്ന പദ്ധതിയാണ്. പറഞ്ഞു നോക്കിയേ. ഗ്രാമപ്രദേശങ്ങളിൽ KSRTC, പണ്ടത്തെ പേര് ഓർത്തു വെച്ചാൽ മതി, ഗ്രാമവണ്ടി. ഓക്കെ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ KSRTC അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമവണ്ടി. അപ്പൊ നമ്മൾ മരത്തിന്റെ കാര്യം പറഞ്ഞു, ഒപ്പം തന്നെ ഗ്രാമങ്ങളിലെ വണ്ടിയുടെ കാര്യം പറഞ്ഞു. റെയിൽവേ എന്ന് പറയുന്നത് സിൽവർ ലൈൻ, അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ ലൈറ്റിന്റെ കാര്യം പറഞ്ഞു, അത് നിലാവ്. അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്താ? ഹരിത കേരളം പറഞ്ഞു. അപ്പൊ ശുഭയാത്രയാണ് പിന്നെ പറഞ്ഞൊരു കാര്യം. അത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒപ്പം തന്നെ എന്താണ്? നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കലും. ഒപ്പം ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം, ശുഭയാത്ര. ഇനി കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഉപയോഗിക്കുന്ന കാറുകളെ ഇലക്ട്രിക് കാറുകൾ ആക്കി മാറ്റാനുള്ള പദ്ധതി. കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഉപയോഗിക്കുന്ന കാറുകളെ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള പദ്ധതി. അതാണ് മൊബിലിറ്റി. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാറുകളൊക്കെ ഉണ്ടാവും. ആ കാറുകളൊക്കെ എന്താണ്? ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഏത്? മൊബിലിറ്റി. എപ്പോഴും ഗവേൺസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതോടൊപ്പം തന്നെ മൊബിലിറ്റി ഓർത്ത് വയ്ക്കുക. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ കാർ ഉപയോഗിക്കുന്ന കാറുകളെ ഇലക്ട്രിക് ആക്കി മാറ്റാനുള്ള പദ്ധതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഊബർ മാതൃകയിൽ വിപുലമായ വാഹന ശൃംഖല ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സി പദ്ധതി. ഇതെല്ലാവർക്കും അറിയാവുന്നതാണോ എന്ന് പറഞ്ഞു നോക്കി. നമുക്ക് എല്ലായിടത്തും, എല്ലാ പരിസരങ്ങളിലും ഇപ്പൊ എല്ലാവരും ഓട്ടോ വിളിച്ചൊക്കെയാണോ പോണത്? അല്ല, എന്ത് വിളിച്ചാണോ പോണത്? പറഞ്ഞോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ്? ഊബർ വിളിച്ചിട്ടല്ലേ പോണത്. അപ്പൊ ഊബർ മാതൃകയിൽ വിപുലമായ വാഹന ശൃംഖല ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സി പദ്ധതിയാണ് കേരള സവാരി. സവാരി. അതായത് അത് എന്തിന്റെ മാതൃകയിലാണ്? ഊബറിന്റെ മാതൃകയിൽ. എല്ലാവർക്കും ഇപ്പൊ പരിചിതമാണ് ഊബർ. അപ്പൊ ഓർത്ത് വെക്കുക, കേരള സവാരിയാണ്. ഓൺലൈൻ ആയിട്ടുള്ള ഒരു സൗകര്യമാണ് കേരള സവാരി. ഊബർ മാതൃകയിൽ വിപുലമായ വാഹന ശൃംഖല ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സി പദ്ധതിയാണ് കേരള സവാരി. ഇനി ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ്. ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതെന്താണ്? മിൽമ ഓൺ വീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ KSRTC ബസ്സുകളൊക്കെ എടുത്തിട്ട് എന്താണ്? മിൽമയുമായി വാടകയ്ക്ക് എടുത്തിട്ട് ലഘുഭക്ഷണശാലയാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ്.
KSRTC തന്നെ മറ്റൊരു കാര്യം, KSRTC പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുമായി ചേർത്ത് KSRTC ആരംഭിച്ച പദ്ധതിയാണ് KSRTC യാത്രാ ഫ്യൂവൽസ്. ഫ്യൂവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെട്രോളിയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത്. KSRTC പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് പെട്രോളിയം നിറയ്ക്കുന്നതിന് ഉള്ളതാണ് എന്ത്? യാത്രാ ഫ്യൂവൽസ്. KSRTC യാത്രാ ഫ്യൂവൽ. തന്നെ എന്താണ്? കേരള സർക്കാർ നടപ്പിലാക്കുന്ന അതിവേഗ ബ്രോഡ്ബാൻഡ് പദ്ധതിയാണ് K-Phone. ബ്രോഡ്ബാൻഡ് പദ്ധതി ചോദിച്ചാല് K-Phone ആണ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന അതിവേഗ ബ്രോഡ്ബാൻഡ് പദ്ധതിയാണ് K-Phone. പിന്നെ റോഡ് അപകടങ്ങളിൽ പെട്ടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. കേരള പോലീസ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിവേഗ നടപടികളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? നമ്മുടെ സ്മൈൽ. സ്മൈലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. അതൊരു പദ്ധതിയാണ്. പക്ഷെ അതെന്താണ്? അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് എടുക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്മൈൽ. അപ്പൊ ഗതാഗത വാർത്താവിനിമയ പദ്ധതികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഓർത്ത് വെച്ചേക്കണം. എന്താണ് ഗ്രാമവണ്ടി എന്ന് ഓർക്കുക. ഈ മൊബിലിറ്റി എന്ന് വെച്ചാൽ മൊബിലിറ്റി സർക്കാർ വാഹനങ്ങൾ ഇലക്ട്രിക്കൽ നമ്മുടെ മൈൻഡിലേക്ക് സർക്കാരിന് കടന്നു വന്നാൽ തന്നെ, അല്ലെങ്കിൽ വണ്ടികളുടെ കാര്യം ഓർത്ത് വന്നാൽ മതി, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കേരള സവാരി, യൂബറിന്റെ മാതൃകയിൽ ഓൺലൈൻ ടാക്സി സംവിധാനം, സിൽവർ ലൈൻ അതിവേഗ റെയിൽ സർവീസ്. ഓക്കെ. ശുഭയാത്ര, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് റോഡ് സുരക്ഷ ഗതാഗത നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഇനി നമ്മൾ പറഞ്ഞതാണ് എന്ത്? K-Phone. K-Phone എന്താ? അതിവേഗ ബ്രോഡ്ബാൻഡ് പദ്ധതി. ഓക്കെ. സ്മൈൽ എന്താണ്? റോഡ് അപകടങ്ങൾ ആവിഷ്കരിച്ച പദ്ധതി. പദ്ധതികളുടെ പേര് കേൾക്കുമ്പോൾ ഓർത്ത് വെക്കുക. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലുണ്ടാക്കി വെക്കുക. അപ്പൊ നമുക്കത് വേഗം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തൊഴിൽ പുനരധിവാസ പദ്ധതികൾ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക് നോക്കാം. എന്താണ്? കേരള ബാങ്ക് നടപ്പാക്കുന്ന വായ്പാ പദ്ധതിയുടെ പേര്. കേരള ബാങ്ക് നടപ്പാക്കുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് സമഗ്ര. അത് തൊഴിൽ പുനരധിവാസ പദ്ധതികൾ എന്നുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. കേരള ബാങ്ക് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് സമഗ്ര. പിന്നെ പ്രളയാനന്തര കാർഷിക കേരളത്തിന്റെ പുനരുദ്ധാരണത്തിന് ആയി റീബിൽഡ് കേരളയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൈവ ഗൃഹ പദ്ധതി. റീബിൽഡ് പദ്ധതി അല്ലെ, നമ്മുടെ എന്തെങ്കിലും വരുമ്പോ സാധാരണ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് റീബിൽഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മളുടെ ഓർത്ത് വയ്ക്കുക, പ്രളയാനന്തര കാർഷിക കേരളത്തിന്റെ പുനരധിവാസനത്തിന് റീബിൽഡ് കേരളയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൈവ ഗൃഹ പദ്ധതി. ജൈവ ഗൃഹ പദ്ധതി പ്രളയത്തിന് ശേഷം അത് ഉണ്ടാകുന്ന റീബിൽഡ് കേരളയാണ് എന്ത്? ജൈവ ഗൃഹ പദ്ധതി. ഇനി ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ പുത്തുമലയിൽ കേരള സർക്കാർ നടപ്പിലാക്കിയ പുനരധിവാസ പദ്ധതിയാണ് ഹർഷം. ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻ ഇങ്ങനെ തരും. അപ്പൊ അതിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഏതാ, അതിനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സെയിം ഇതാണ് അല്ലെ. നമ്മൾ നേരത്തെ പറയുന്ന പ്രളയാനന്തരത്തിന്റെയാണ് എന്ത്? ജൈവ ഗൃഹ പദ്ധതി. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ പുത്തുമലയിൽ കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഹർഷം. ഹർഷം വയനാട് പുത്തുമല ഓർത്ത് വെക്കാം. വയനാട് പുത്തുമലയുടെ പുനരധിവാസമാണ് ഹർഷം. മറ്റേത് എന്താണ്? ജൈവഗൃഹ പദ്ധതി എന്ന് പറയുന്നത് റീബിൽഡ് ആണ്. പ്രളയാനന്തര റീബിൽഡ് ആണ് കേരളത്തിന്റെ. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനം പദ്ധതി. ജീവനം പദ്ധതി കേൾക്കുമ്പോൾ ആലോചിച്ച് വെക്കുക. എന്താണ്? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കും അല്ലെ. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ഇരയായി മാറുന്ന ഒരവസ്ഥ വന്ന് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും അവരുടെ പരിക്കേൽക്കുന്നവർക്കും അവരെ ആശ്രയിച്ച് എന്തെങ്കിലും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ജീവനം. അത് ജീവിച്ചു പോകണം അല്ലെ. അവരും ചിലപ്പോഴായിരിക്കും അവരായിരിക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ട് വരുന്നത്.
ഒരുപക്ഷെ അങ്ങനെയൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ജീവനം സർക്കാർ പദ്ധതിയാണ് ജീവൻ പദ്ധതി. സാമൂഹിക പ്രശ്നം നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിത താമസം ഒരുക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം. സേഫ് ഹോമിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്താണ് സാമൂഹിക പ്രശ്നം നേരിടുന്ന മിശ്ര വിവാഹം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് സേഫ് ഹോം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതി സ്നേഹ സ്വാന്തനം. ഇതൊക്കെ ഒരുപാട് നാളെ മുമ്പേ പഠിക്കുന്ന ഒരു സംഭവമാണ്. എന്താ സ്നേഹ സ്വാന്തനം? എൻഡോസൾഫാൻ. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടവർക്ക് പെൻഷൻ പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം. സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്തവർക്കും ആശ്രണമായ ജയിലിൽ മോചിതർക്കും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണൽ ഇട. സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്തവർക്കും അശരണരായ ജയിൽ മോചിതർ, 2 കാര്യങ്ങളുണ്ട് അവിടെ. സ്വന്തമായിട്ട് പാർപ്പിടമില്ലാത്തവരൊക്കെ, പിന്നെ എന്താണ് ജയിൽ മോചനം കിട്ടി ആരും നോക്കാനൊന്നും ഇല്ലാത്ത മോചിതരായവർക്കും വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം. അതിൽ ആരൊക്കെ പെടാം എന്നുള്ളതെന്ന് വരുമ്പോ എന്താണ് സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്തവർ പെടാം. പിന്നെ എന്താണ് ജയിൽ മോചിതരായ അവർക്ക് അശരണരായ ജയിൽ മോചിതർക്കുമുള്ള ഇടമാണ് തണൽ ഇടം. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, മാനസിക രോഗികൾ, കിടപ്പിലായവർ എന്നിവർക്കായി മരുന്നും ഭക്ഷണവും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. പറഞ്ഞു നോക്കി, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, മാനസിക രോഗികൾ, കിടപ്പിലായവർ എന്നിവർക്കായി മരുന്നും ഭക്ഷണവും പരിചരണവും ലഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി കനിവ്. പദ്ധതിയുടെ പേരാണ് കനിവ്. കനിവ് നമ്മൾ കേട്ടിട്ടില്ലേ? മിക്കപ്പോഴും കേൾക്കാറുള്ള ഒരു പദ്ധതിയാണ്. എന്താണത്? ഒറ്റപ്പെട്ട് കഴിയുന്നവര്, മാനസിക രോഗികള്, കിടപ്പിലായവർ എന്നിവർക്കായി മരുന്നും ഭക്ഷണവും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. മരുന്നും ഭക്ഷണവും പരിചരണവും ലഭ്യമാക്കുന്നത്. അപ്പൊ ഇത് ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കണം. കാരണം എക്സാമിന് അതെല്ലാം കൂടി ചൂസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ പോരാ, ആ പോയിന്റുകളെല്ലാം ഒന്നത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവര്, മാനസിക രോഗികള്, കിടപ്പിലായവർ, അങ്ങനെ 3 കൂട്ടരെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വീണ്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒപ്പം പരിചരണവും ലഭ്യമാക്കുന്ന ഒരു കേരള സർക്കാർ പദ്ധതിയാണ് കനിവ്. ഇനി ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് സുഭിക്ഷ. ഓക്കെ, ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി. മിതമായ ഭക്ഷണം നമ്മള് മിക്ക പദ്ധതികളുണ്ട്, ഓരോന്നിനും ഓരോ പേരായിരിക്കും. അപ്പൊ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി കൂടിയാണ് സുഭിക്ഷ. ഈ COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിലെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഡ്രീം കേരള. അത് ആ ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും കേട്ടതാണ്. ഡ്രീം കേരള എന്ന് പറയുന്നത് കോവിഡുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കോവിഡുമായി റിലേറ്റ് ചെയ്ത് മാത്രമല്ല, പ്രവാസികൾക്കൊന്നും ഉള്ള കാര്യം ഓർത്തു വെക്കുക. കോവിഡ് കാലഘട്ടത്തില് എന്താണ് COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഡ്രീം കേരള. ഇനി മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന പുനർഗേഹം പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ച വർഷം 2019. പുനർഗേഹം ഓർത്തു വെക്കുക. ആരാണ്? മത്സ്യത്തൊഴിലാളികളാണ് അതിൽപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ എന്തിനു വേണ്ടിയിട്ട്? പുനരധിവാസം ലക്ഷ്യമിടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് 2019 നടപ്പിലാക്കുന്നത്. ഏത് വിഭാഗത്തിന് സുരക്ഷ താമസ സൗകര്യം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ആലയ്. ഏത് വിഭാഗത്തിന് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആലയ്. ഏത് വിഭാഗത്തിനാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആലയ്. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സാഫല്യം. അപ്പൊ എല്ലാ ഓപ്ഷനും കൊടുക്കാം. സാഫല്യം എന്താണെന്നും ആലയം എന്താണെന്നും അതേപോലെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ചല്ലേ ഹർഷം എന്താണെന്നൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഇത് കൊടുക്കാം.
അത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം കൊടുക്കുക, ഇതുമായി ബന്ധപ്പെട്ടത് ഇതിലേതാണ് അങ്ങനെ ചോദ്യം വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എന്താണ് സാഫല്യം എന്ന് പറയുന്നത്? വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് പുറത്ത് വയ്ക്കാം. ആലയം എന്താണ്? അതിഥി തൊഴിലാളികൾക്കുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രീം കെയർ എന്താണ്? കോവിഡിന് ശേഷം പ്രവാസികൾക്ക് എന്തെങ്കിലും നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഡ്രീം കെയർ. സുഭിക്ഷ എന്താണ്? ഞാൻ തന്നെ പറഞ്ഞു പോയ കാര്യം നിങ്ങൾ പഠിച്ചു പോകണം അല്ലെ. സുഭിക്ഷ ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ റേറ്റിൽ നൽകുന്ന പൊതു പദ്ധതി. കനിവ് വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കും കിടപ്പ് രോഗികൾക്കും മാനസിക രോഗികൾക്കും മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ നൽകുന്ന പദ്ധതി. കനിവ് കേൾക്കുന്നവരെ പഠിച്ചു പോകണം കേട്ടോ. സ്നേഹ സാന്ത്വനം കാസർഗോഡിലെ ഹർഷം ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേഖലയിലെ പുത്തുമലയിൽ കേരള സർക്കാർ കൂടി ഓർത്ത് വെച്ചോ. വയനാട് ജില്ലയിലെ പുത്തുമലയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേരെ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഇതുകൊണ്ടാണ് ആ വേർഡുകളെല്ലാം ക്യാച്ച് ചെയ്ത് വരും. ഈ സാഫല്യം എന്താണ്? സാഫല്യം എന്ന് പറയുമ്പോൾ വലിയൊരു സാഫല്യം എന്ന് പറയുന്നത് ഫ്ലാറ്റ് പുറത്ത് വെച്ചാൽ വലിയൊരു സാഫല്യം സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വസ്തു ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചാണ് പുറത്ത് വെച്ചാൽ മതി. പിന്നെന്താണ്? സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ആരംഭിച്ച പോർട്ടൽ. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ, സാമൂഹ്യ നീതി വകുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ആനുകൂല്യങ്ങള് ഗുണഭോക്താക്കളിൽ എത്തിക്കാനായി ആരംഭിച്ച പോർട്ടൽ പദ്ധതിയാണ് സുനീതി. എന്താണ് ആ പദ്ധതിയുടെ പേരാണ്? സുനീതി. സുനീതി. ഇനി എന്താണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാ? ആലൈ. ചെയ്യണം ആലൈ. പിന്നെ നമുക്ക് എല്ലാ പദ്ധതികളുടെ പേരൊന്നും വെറുതെ ജസ്റ്റ് പറഞ്ഞു നോക്കാം. ജൈവഗൃഹ പദ്ധതി, ഹർഷം ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. ജീവനം ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ജീവനം പദ്ധതി. ജീവനം കൃത്യങ്ങളിൽ പെട്ട് മരണവരുടെ ആശ്രിത സ്വയം തൊഴിൽ ലഭ്യമാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഇത് പോയി അല്ലെ. അവര് കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്കേറ്റ അവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ത്? നമ്മുടെ ജീവനം. ഇനി എന്താണ്? നമ്മളുടെ കനിവ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞതാണ്. പിന്നെ തണലിടം എന്താണ്? രണ്ട് കൂട്ടരുണ്ട് അവിടെ. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തവരുണ്ട്, ജയിൽ മോചിതർ. ജയിൽ മോചിതർ. അശ്രദ്ധരായ ജയിൽ മോചിതർ. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ പദ്ധതിയുടെ പേര് ഇയർ 2019. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്കുകളാണ്. മുതിർന്ന പൗരന്മാർക്കുള്ളത് കഴിഞ്ഞു. നമ്മുടെ വിനോദസഞ്ചാര പദ്ധതി നോക്കി, ഗതാഗത വാർത്താവിനിമയം നോക്കി, തൊഴിൽ പുനരധിവാസ പദ്ധതി നമ്മൾ നോക്കി. ഇനി നമ്മൾക്കൊരു ചെറിയ ടോപ്പിക് ഉള്ളത് വ്യവസായ ഊർജ പദ്ധതികൾ. നിങ്ങൾ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇരിക്കുന്ന ടൈം അങ്ങ് പഠിച്ചു പോകുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അത് ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വിചാരിക്കുന്ന എന്തായാലും നോക്കാം. വ്യവസായിക ഊർജ പദ്ധതികൾ, തനിമ, പൃഥ്വിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? തനിമ, കൃതിക, തനിമ. കൈത്തറിയാന്ന് ഓർത്ത് വെച്ചിട്ട്. കൃതിക, തനിമ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അത് എന്താണ്? നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നത് കൈത്തറിയുമായി ബന്ധപ്പെട്ടു. വീടുകളിൽ LED ലൈറ്റ് നൽകുന്നതിനുള്ള പദ്ധതി ഫിലമെന്റ് രഹിത കേരളം. നമ്മള് അപ്പുറത്തപ്പുറത്തും വഴിവിളക്കുകള് LED ആക്കുന്നതിനൊരു പദ്ധതിയുടെ പേര് പറഞ്ഞു. നിലാവ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇതെന്താ പറയുന്നത്? വീടുകളിൽ LED. അപ്പൊ അതിന്റെ പേരെന്താണ്? ഫിലമെന്റ് രഹിത കേരളം. ഈ കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി തുടക്കമിട്ട പദ്ധതി.
പറഞ്ഞോ, നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മൾ തൊഴിലന്വേഷകരായതുകൊണ്ട് തന്നെ അല്ലെ, നിങ്ങളൊക്കെ തൊഴിലന്വേഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്ത കാര്യമായിരിക്കും. ഒന്ന് പറഞ്ഞു നോക്കി. കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ. 20 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇതായിരിക്കും. അപ്പൊ ആ പദ്ധതിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പറഞ്ഞോ. തൊഴിലരങ്ങത്തേക്ക്. നോളജ് മിഷൻ. ഇതാണ് ഇതിന്റെ പ്രശ്നം. എല്ലാം സെയിം ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാം സെയിം മീനിങ് ഒക്കെ ആയിരിക്കും അവര് പറയുന്ന പദ്ധതികളൊക്കെ. പക്ഷെ ഇത് 20 ദിനം എന്നുള്ള ഇതൊക്കെ വന്നപ്പോൾ, അതായത് 20 ലക്ഷം തൊഴിലവസരങ്ങൾ കേരള യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ. കേരള നോളജ് മിഷൻ കൊണ്ട് വെച്ചേക്കാം. മാലിന്യ നിർമ്മാർജ്ജന പരിസ്ഥിതി സൗഹൃദ പദ്ധതി. ഈ ഒരു പദ്ധതികളുടെ ഘട്ടത്തിലേക്ക് നോക്കാം. മാലിന്യ നിർമ്മാർജ്ജന പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതി. അപ്പൊ അതിൽ നോക്കാം, കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശുചിത്വ സാഹരം. ആ വേടി തന്നെയുണ്ട് ശുചിത്വ സാഹരം. എന്താണ്? കടല് അല്ലെ, കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നത്. എന്താണ് പേര്? ശുചിത്വ സാഗരം. കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പദ്ധതി. ഈ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചക്രമണത്തിന് കൈമാറുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പെൻബൂത്ത്. പെൻബൂത്ത് അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. പെൻബൂത്ത് എന്താണ്? നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള പേനകൾ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിന് കൈമാറുന്നതിന്, റീസൈക്കിളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ ഓർത്ത് വയ്ക്കാം. പദ്ധതിയാണ് എന്ത്? പെൻബൂത്ത്. ദെൻ അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ല. അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ റിബേറ്റ്. ഓർത്ത് വെച്ചേക്കുക. എന്താണ്? പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണങ്ങൾ അല്ലെ, പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണം. അപ്പൊ അതിന്റെ പേരാണ് ഗ്രീൻ റിബേറ്റ്. എന്തോ റിബേറ്റ് കിട്ടുന്ന എന്തോ ആണെന്ന് വിചാരിക്കരുത്. ഗ്രീൻ റിബേറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ചേർന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണം. പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കാനുള്ള കേരള സർക്കാരിന്റെ കാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. അതായത് പുഴകളും നദികളും, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഇതുകളെല്ലാം മനുഷ്യരുടേതായ മലിനീകരണം എല്ലാം മാറ്റിയിട്ടു പുഴകളും നദികളും ജലാശയങ്ങളും വീണ്ടെടുക്കാനുള്ള കേരള സർക്കാരിന്റെ കാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് 3-4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നെന്താണ്? ശുചിത്വ സാഹരം. എന്താണ്? എന്തുമായി റിലേറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞത്? കടലിലെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാം. അപ്പൊ പിന്നെ വീണ്ടും പ്ലാസ്റ്റിക് പേനകൾ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻബൂത്ത്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഗ്രീൻ റിബേറ്റ്. എന്താണ് ഗ്രീൻ റിബേറ്റ് എന്ന് പറയുന്നത്? പറഞ്ഞോ. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണം. കെട്ടിടങ്ങൾ നിർമ്മിക്കും. പിന്നെ ഇനി ഞാൻ ഒഴുകട്ടെ, പുഴകളും നദികളും വീണ്ടെടുക്കാൻ വേണ്ടി. കേരള സർക്കാരിന്റെ കമ്പയിനാണ്. വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ കമ്പയിനാണ് എന്ത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഇനിയും വീണ്ടും ഉണ്ട്. നമുക്ക് കുറച്ച് ആരോഗ്യ പദ്ധതികളും ഇതൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് നോക്കാം. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് അല്ലെ ഒന്നിച്ച് ഇതിനേക്കാളും ബെസ്റ്റ് ഇതാന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ആരോഗ്യ പദ്ധതികൾ കുറെ ഉണ്ടെങ്കിലും അതിനെ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കയറിയത്. ചിലപ്പോ റയറായിട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നാലോ ഇതാണെങ്കിൽ പഠിച്ചാൽ കിട്ടുകയും ചെയ്യും. ഒരുപാട് മാറിപ്പോകാൻ കുറച്ച് ചാൻസ് കുറവാണ് അല്ലെ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ള പദ്ധതി. അതാണ് പുരിയിലാണ് മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് പുരിയിലാണ് അത് നടപ്പാക്കിയത്. രാജ്യത്തുടനീളം അതിവേഗ വൈഫൈ സംവിധാനം കൊണ്ടുവരുന്നതിനായി
കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയാണ് PM വാണി. അത് ശ്രദ്ധിച്ചു വെച്ചേക്കാം. രാജ്യത്തുടനീളം അതിവേഗ വൈഫൈ അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വൈഫൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക നെറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വൈഫൈ ഈ സൗകര്യം രാജ്യത്തുടനീളം അതിവേഗ വൈഫൈ സംവിധാനം കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് PM വാണി. PM വാണി. ദെൻ ഏത് സംസ്ഥാനമാണ് 10 രൂപയ്ക്ക് ശിവ് ഭോജ് എന്ന പേരിൽ ഭക്ഷണം നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയത്? അതായത് ഭക്ഷണപ്പൊതി വളരെ മിതമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, ശിവ് ഭോജ്. അത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്ത് വെച്ചേക്കാം? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് 10 രൂപയ്ക്ക് അത് എന്താ പറയുക പൊതിച്ചോറിന് എന്താണ് 10 രൂപയുള്ളൂ. ശിവ് ഭോജ് എന്നാണ് ആ പദ്ധതിയുടെ ഇതിന്റെ പേര്. ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പേരാണ് കോവിഡ് സമയത്ത്, അതായത് നമ്മള് പ്രവാസികൾക്ക് കൂടുതൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതിയുടെ പേര് പറഞ്ഞു അല്ലേ, നമ്മൾ ഡ്രീം കേരള പറഞ്ഞു. ഇവിടെ എന്താണ് അവരെ കൊണ്ടുവരാനായിട്ട് എടുത്ത പദ്ധതിയുടെ പേരാണ് എന്ത്? വന്ദേ ഭാരത്. വന്ദേ ഭാരത് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് സൗജന്യ പാചകവാത കണക്ഷൻ നൽകുന്ന കേന്ദ്ര പദ്ധതി. ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് സൗജന്യ പാചകവാത കണക്ഷൻ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് ഉജ്ജ്വല യോജന. ഉജ്ജ്വല യോജന ഓർത്ത് വെച്ചേക്കാം. ഉജ്ജ്വല യോജന. then നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന. അതെന്താണ്? തുടക്കം അല്ലെ, നവജാത ശിശുക്കൾക്ക് അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. 2020 എല്ലാവർക്കും പ്രതിരോധ ശേഷി അല്ലെ, എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കുക. എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇതോടുകൂടിയിട്ട് 2020 അതിനുള്ള പദ്ധതിയുടെ പേരാണ് ഇന്ദ്രധനുഷ്. അപ്പൊ നമ്മളൊക്കെ വീണ്ടും ഇതും പഠിച്ചു പോവുക. എന്താണ് നമ്മള് പുരി എന്താന്നാ പറയുന്നത്? എപ്പോഴും കുടിവെള്ളം സമയവും കുടിവെള്ളം ലഭിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞാൽ BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഓർത്താൻ എങ്ങനെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് അതിവേഗ വൈഫൈ രാജ്യത്ത് PM പറഞ്ഞ നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി അതിന്റെ പദ്ധതി ഇന്ദ്രധനുഷ്. പിന്നെന്താ നമ്മളെ പഠിച്ചത് അത്യാവശ്യം പിന്നെ വന്ദേ ഭാരത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുവരാനുള്ളത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തന്നെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് നോക്കാം. അടിസ്ഥാന മേഖലയുടെ സമഗ്ര വികസനത്തിനായി സ്വതന്ത്ര ലബ്ധിയുടെ 75ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഗതിശക്തി. അതായത് എന്താണ് 75 നമ്മുടെ ആരെ പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിയാണ്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അടിസ്ഥാന മേഖലയുടെ സമഗ്ര വികസനത്തിനായി സ്വതന്ത്ര ലബ്ധിയുടെ 75ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി. 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ശക്തി. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ ഇപ്പോഴും മ്യൂട്ട് അല്ലല്ലോ. എന്റെ മ്യൂട്ട് മിസ്സേ. ഓക്കെ ഓക്കെ,
ആരെങ്കിലും മ്യൂട്ട് ചെയ്യാതിരുന്ന ബുദ്ധിമുട്ടാണ്, ഡിസ്റ്റർബ് ആവണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഓൾ മ്യൂട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, മെസ്സേജ് അയക്കാനേ പറ്റും. അതുകൊണ്ട് ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോ അറിയാതെ ഇതായി പോണതായിരിക്കും വോയിസ്. നമ്മളിപ്പോ ക്ലാസ്സിൽ എല്ലാവരും എന്താ പറയാ, എല്ലാവരും പഠിക്കണം എന്നുള്ള ഒരു മൈൻഡിനോടുകൂടി ഇരിക്കുന്നതാണ്, പക്ഷെ അറിയാതെ പോണതായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയുടെ സമഗ്ര വികസനത്തിനായി സ്വതന്ത്ര ലബ്ധിയുടെ 75ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഗതിശക്തി. ഗതിശക്തി ഇന്ത്യയെ കോൺഫറൻസുകളുടെയും മീറ്റിങ്ങുകളുടെയും ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മീറ്റ് ഇൻ ഇന്ത്യ. അതായത് മീറ്റുകളുടെയും അതേപോലെ കോൺഫറൻസുകളുടെയൊക്കെ അല്ലെ, എല്ലാവർക്കും നമുക്കറിയാലേ, വലിയ ഉച്ചകോടികളൊക്കെ മറ്റു കൺട്രികളുടെ ഒക്കെ ഉച്ചകോടികളൊക്കെ നടത്താനൊക്കെ ആയിട്ട് നമ്മളുടെ കൺട്രിയൊക്കെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യയെ കോൺഫറൻസുകളുടെയും മീറ്റിങ്ങുകളുടെയും വെസ്റ്റിബിൾ ആക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? മീറ്റ് ഇൻ ഇന്ത്യ. മീറ്റ് ഇൻ ഇന്ത്യ. മീറ്റ് ഇൻ ഇന്ത്യ വരുമ്പോൾ ഓർത്ത് ചെയ്യുന്നത് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾ എത്ര വർഷത്തേക്കാണ് കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തത്? ഇന്ദിരാ ആവാസ് യോജന നമുക്ക് കുറെ ഇതുകളൊക്കെ ഉണ്ട്, പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ ആ പദ്ധതികളിൽ വീണ്ടും കുറെ ഇതുകളൊക്കെ ഉണ്ടാവും, ഇത്തരത്തിലുള്ള കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. 15 വർഷത്തേക്ക് എന്താണ് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇത് ഏത് തരത്തിലുള്ള വീടുകൾക്കാണ്? ഇന്ദിരാ ആവാസ് യോജന പ്രകാരം നടപ്പിലാക്കുന്ന വീടുകൾ. എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് കിസാൻ അഭിമാൻ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ 65 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് കുറച്ച് കാര്യം കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി തന്നെ കിസാൻ അഭിമാൻ പദ്ധതി കിട്ടുന്നത് എവർക്കാണ്? 60 വയസ്സ് കഴിഞ്ഞവർക്ക്. കിസാൻ അഭിമാൻ. ഓക്കെ, LPG സിലിണ്ടറുകളുടെ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സഹജ് പദ്ധതിയാണ്. LPG സിലിണ്ടറുകളുടെ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. നമ്മളിപ്പോ ബുക്ക് ചെയ്യുന്ന എല്ലാം ബുക്ക് ചെയ്തിട്ടാണോ, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വീടുകളിലെല്ലാം സിലിണ്ടർ വരുന്നത്. അങ്ങനെ ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? സഹജ്. ഓർത്ത് വെച്ചേക്ക, സഹജ്. LPG സിലിണ്ടറുകളുടെ ഓൺലൈൻ ബുക്കിംഗ്. ഏത് കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഗ്രാമോദ്योग വികാസ് യോജന. ഗ്രാമോദ്योग വികാസ് യോജന എന്ന് പറയുന്നത് അഗർബത്തി അല്ലെ. അഗർബത്തി എന്ന് വെച്ചാൽ ചന്ദ്രത്തിരി അല്ലെ, അങ്ങനത്തെ തരത്തിലുള്ള ഉൽപ്പന്നമാണ്. അതൊരു കുടിൽ വ്യവസായമാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രാമോദ്योग വികാസ് യോജന, അഗർബത്തി. ഏത് സംസ്ഥാനമാണ് 75 വർഷം പഴക്കമുള്ള മരങ്ങൾക്ക് പ്രാണവായു ദേവത പെൻഷൻ പദ്ധതി 2021 ജൂണിൽ നടപ്പിലാക്കിയത്? ഹരിയാന. അതൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മൾ ഇച്ചിരി കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് എന്തായാലും ഒന്നിച്ച് നോക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇങ്ങനെ ഞാൻ വായിച്ചു വിടാം. എന്താണ്? ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകാനുള്ള പദ്ധതി, അത് ഭാരത് നെറ്റ് പദ്ധതി. അത് ഓർത്ത് വെച്ചേക്കാം, ഭാരത് നെറ്റ് പദ്ധതി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകാനുള്ള പദ്ധതിയാണ് ഭാരത് നെറ്റ് പദ്ധതി. നിജാൻഡ്രം പദ്ധതിയുടെ പുതിയ പേര് അമൃത്, അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. അത് ആ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ പഞ്ചവത്സര പദ്ധതിയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജൻഡ്രം പദ്ധതിയൊക്കെ പിന്നീട് വന്നതാണ്. അതിന്റെ ഒരു പുതിയ പേര് എന്ന് പറയുന്നത് അമൃത്. വ്യോമ നിരീക്ഷണം ശക്തമാക്കുന്നതിന് ഉദ്ദേശിച്ച് 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ആകാശത്തും കണ്ണുകൾ. വ്യോമ നിരീക്ഷണം ശക്തമാക്കുന്നതിന് ഉദ്ദേശിച്ച് 6 നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കണം അല്ലെ. നമുക്ക് എപ്പോഴും കൺട്രിക്ക് ഒരു ഇതുണ്ടല്ലേ, മറ്റു ശത്രു രാജ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ വ്യോമ നിരീക്ഷണം ശക്തമാക്കുന്നതിന് 6 പുതിയ നിരീക്ഷണ വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ആകാശത്തും കണ്ണുകൾ. ഓക്കെ, ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേവാരണ്യം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇങ്ങനെ പല ഇതുകളൊക്കെ ഉണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി എല്ലാരും നമുക്ക് കിട്ടണമെന്നില്ല, എന്നാലും മഹാസമൃദ്ധി, മഹിളാ ശക്തികിരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. അങ്ങനെ പല പേരുകളുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തടയുന്നതിനായി
ഓപ്പറേഷൻ ദുരാചാരി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാരും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി ഇന്ന് എടുത്തതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്നുകൂടി നോക്കാം. പ്രധാനമായിട്ടും എനിക്ക് ഒരു മേഖലയും കൂടി നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് ആരോഗ്യ പദ്ധതികളുണ്ട്. ആരോഗ്യ പദ്ധതികൾ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. എല്ലാവരും പഠിക്കാൻ പറ്റിയെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊന്ന് നോക്കിപ്പോകാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് മറ്റേത് ഞാൻ കുറച്ച് വിട്ടുവിടാം, കാരണം കുറെ സംസ്ഥാനങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നറിയില്ല. ഓരോ സംസ്ഥാനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചോദിക്കുന്നത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നോക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. ആരോഗ്യ പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് തുവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് തുവാല വിപ്ലവം. സുകൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരാണ് സുകൃതം. തുവാല വിപ്ലവം എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നത്. ക്യാൻസർ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടോ? സുകൃതം. സുകൃതം തന്നെ. സാന്ത്വന പരിശീലനം നൽകുന്നത് ആർക്കാണ്? സാന്ത്വന പരിശീലനം നൽകാൻ? കിടപ്പ് രോഗികൾ. ഓക്കെ, അല്ലെ, വയോജനങ്ങൾ. ഓക്കെ, അതിന്റെ ഒരു മെയിൻ ആയിട്ട് പേര് കിടപ്പ് രോഗികൾ. KASP എന്നതിന്റെ പൂർണ്ണരൂപം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. KASP നമുക്ക് അറിയാവുന്നതാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫുൾ ഫോം ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. KASP. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിന്, അല്ലെ, നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ നാച്ചുറലി ഉള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. കുട്ടികളുടെ സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കല, സാഹിത്യ, വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് രൂപം കൊടുത്ത പദ്ധതി. ഭാരതീയ ചികിത്സാ വകുപ്പ്. പിന്നെ കുട്ടികളുടെ കുറെ കാര്യങ്ങൾ, കുട്ടികളുടെ എന്താണ് സാമൂഹിക മാനസിക ആരോഗ്യം, പൊതുവിജ്ഞാനം, കല, സാഹിത്യ, വാസനകൾ, വ്യക്തിത്വം. ആരാണ് നടപ്പാക്കിയത്? ഭാരതീയ ചികിത്സാ വകുപ്പ്. ഭാരതീയ ചികിത്സാ വകുപ്പ് കുട്ടികളുടേതായ സാമൂഹിക മാനസികാരോഗ്യം, പൊതുവിജ്ഞാനം, കലാ, സാഹിത്യ, വാസനകൾ, വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ചിറകുകൾ. ചിറകുകൾ വെച്ച്, അല്ലെ, പറക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി. ഓക്കെ, കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യപ്പെട്ട് അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. ഒരു സെൻസസ് പോലെ എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയി. ആ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര എന്നുള്ള പദ്ധതി. അതാണ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. ഒരു പേരാണ് എൽസ. അത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്, നോക്കി വെച്ചേക്കുക. അതിന്റെ ഫുൾ ഫോം എന്താണ്? എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ്. അത് രണ്ടും ഓർത്ത് വെക്കണം. കുഷ്ഠരോഗമാണ് രണ്ടെണ്ണം. എന്ത്? ബാലമിത്രയും എൽസ എന്നുള്ളത്. ഏതോ ഒരു പരീക്ഷയ്ക്കൊക്കെ ഉണ്ടായിരുന്നത് എന്തുമായി ബന്ധപ്പെട്ട ഇതാണെന്ന്. അപ്പൊ എൽസ എന്ന് പറയുമ്പോൾ നമ്മള് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഇത് കുഷ്ഠരോഗം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. വൃദ്ധ സഞ്ജീവിനി എന്താണ്? ഓക്കെ, മസ്തിഷ്കമരണം സംബന്ധിച്ച് അവയവങ്ങളല്ല, അല്ലെ? അപ്പൊ അത് എന്നാണ് അതിന് തുടക്കം കുറിച്ച വർഷം? മിസ് ഏത് ടോപ്പിക്കാ പഠിപ്പിക്കുന്നത് ഇപ്പം? ഇത് പദ്ധതികളുടെ ടോപ്പിക്കാ. ഏതായാലും നമ്മുടെ സമയം കഴിയാറായി. പദ്ധതികളുടെ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അമൃത സഞ്ജീവനിയുടെ ഇത് ഏത് വർഷമാണെന്ന് പറഞ്ഞാൽ 2012. ഇത് ഓർത്ത് വെച്ചേക്കണം. 2012 അമൃത സഞ്ജീവനി എന്ന പദ്ധതിയിൽ, അല്ലെ?
പിന്നെ എന്താണ് അതിൽ ഒരു കാര്യമുള്ളത്? സംസ്ഥാന അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, മോഹൻലാലാണ്. കുറെ ബ്രാൻഡ് അംബാസിഡർമാരെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മൃതസഞ്ജീവനിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്, അതായത് അവയവദാനം അല്ലെ. അത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2012 അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ മോഹൻലാലാണ്. മൃതസഞ്ജീവനി പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം 2012. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം എന്ത് സംഭവിച്ചവരുടെ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നവരുടെ കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷമാണ് അവയവദാനം നടപ്പാക്കുന്നത്. അത് തുടങ്ങിയത് 2012. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഓർത്ത് വെച്ചേക്കാം. ഇനി പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല തൃശ്ശൂർ. അത് ഓക്സിജൻ ബെഡിന്റെ അരികിലേക്ക് എന്നുള്ള പദ്ധതിയാണ്. അത് പ്രാണ പ്രവർത്തനം അല്ലെ, നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള പ്രവർത്തനമാണ്. അപ്പൊ അതിന് തുടക്കം കുറിച്ച ജില്ല ചോദിച്ചാൽ കേരളമാണ്. ഓർത്തുവെച്ചേക്കാൻ കേരളം. പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ കിടക്കയ്ക്ക് അരികിൽ എത്തിക്കുന്ന പ്രാണ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ലയാണ് തൃശ്ശൂർ. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ശുശ്രൂഷകൾക്ക്, അതും ആശ്വാസക്കിരണം. അത് ഓർമ്മ വെച്ചേക്കാം. എന്താണ്? കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് നൽകുന്ന, അവരെ ശുശ്രൂഷിക്കാനായിട്ട് അവരെ ഒരു തൊഴിലിനും പോകാൻ പറ്റാതെ അവരെ ശുശ്രൂഷിക്കേണ്ട ഒരു ആവശ്യകത വരും അല്ലെ. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി കൂടെ നിൽക്കണം. ആ വ്യക്തിക്കാണെങ്കിലോ പുറത്തു പോകാനും സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നൽകുന്ന പദ്ധതിയാണ് എന്ത്? സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? ആശ്വാസ കിരൺ പദ്ധതി. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം. അക്ഷയ കേരളം ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. ഓർത്ത് വയ്ക്കാം. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം ക്ഷയം. പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ. പുകയില നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ക്വിറ്റ് ലൈൻ. പിന്നെ ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശാധാര. ആശാധാരയാണ് എന്ത്? ഹെൽത്ത് മിഷൻ നടപ്പാക്കുന്നത്. ഹീമോഫീലിയ രോഗമാണ് അല്ലെ, മുറിവ് വന്നാൽ ബ്ലഡ് ഓട്ടാവാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ആ പദ്ധതിയുടെ പേരാണ് ആശാധാര. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഉഷസ് ഓർത്ത് വയ്ക്കാം. നഗരങ്ങളിലെ ചേരികളിൽ ആരോഗ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മനാ ഹൃദയ സംബന്ധിയമായ രോഗങ്ങൾക്ക് കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് ചികിത്സാ സൗകര്യം നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. ഹൃദ്യം ഓർത്തു വയ്ക്കുക. കുട്ടികൾക്ക് ഹൃദ്യം അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, സൗജന്യമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുട്ടികൾക്കാണ് ഹൃദ്യം. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. ഡിജിറ്റലായിട്ട് ഹൃദയഘട ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുന്നതിന് സൗജന്യമായ കണ്ണട നൽകുന്നതിനും പദ്ധതിയാണ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ശരിയാണ്. മിഴി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മിഴി സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായിട്ട് കണ്ണട. എന്തായാലും പഠിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് പദ്ധതിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ പദ്ധതിയാണ് ആവാസ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ഇതിലെന്താ? കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി ഇതിനെ കുറിച്ചുള്ളതാണ്. സുബോധം. ലഹരി ഉപയോഗം. കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി ലഹരി
ഉപയോഗമാണ്. ലഹരി ഉപയോഗം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. സാന്ത്വനമാണ് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതി. ഇനി കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിന് 2020 കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തോട്ടങ്ങളിലേക്ക് നീങ്ങും. തോട്ടങ്ങളിലേക്ക് നീങ്ങും. നമ്മൾ കുറെ മുറ്റത്തൊരു മീൻതോട്ടം എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ തോട്ടങ്ങളിലേക്ക് നീങ്ങാന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചക്കറിയാണോ ഭൂകൃഷിയാണോ എന്നൊന്നും ആലോചിക്കരുത്. കൊതുകുജന്യ കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നു. കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തോട്ടങ്ങളിലേക്ക് നീങ്ങാം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ശ്രദ്ധിക്കണം, ആർദ്രം പദ്ധതി. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതി. ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഓക്കെ. ഇതിലെന്താ പറയുക, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട നമ്മൾ എൽസ പഠിച്ചു. വേറൊരു ഇഷ്ടമുണ്ടാകും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. താലോലം പദ്ധതി ഓർത്തിരിക്കണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. അപ്പോ ഇത്ര കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ക്ലാസ് ഉണ്ട്. ഇവയെ നമ്മൾക്ക് ഇനി എന്തെടുക്കണം എന്നുള്ള പദ്ധതി തന്നെയാണ് അക്കാദമി ചെയ്യേണ്ടത്. കിട്ടിയിട്ടുണ്ടോ? നമ്മള് എന്താ ഭരണഘടന എടുക്കാൻ പറയുമ്പോൾ ഒരു വലിയ ടോപ്പിക്കാണ്. നിങ്ങൾക്കാണെങ്കിൽ എക്സാം ടൈം ഒക്കെയാണ്. അപ്പോ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക് വേണമെന്നൊന്ന് പറയാമോ? കമ്മീഷനുകൾ കിട്ടിയിട്ടുണ്ടോ? മനുഷ്യാവകാശ കമ്മീഷൻ, അതൊക്കെയാണെങ്കിൽ കുറച്ച് വിവരാവകാശ കമ്മീഷൻ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളോ? അത് സാറ് എടുത്തിട്ടുണ്ട്. ഓക്കെ. എടുത്തത് പഠിക്കാനുള്ള ടൈം നമുക്ക് നമ്മൾ എന്തായാലും MPSC ഒരുങ്ങുന്നവരാണ്. അപ്പൊ വേറെ ഇതിനകത്ത് ഏതെങ്കിലും ഭാഗമൊന്നോ പറയാമോ? പറഞ്ഞോളൂ. ഓക്കെ, നോക്കാം. നമുക്ക് ഏതാണെങ്കിലും എടുത്തു കൊണ്ടുവരാം. നമ്മ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ എന്താ പറയുക, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് സമ്പത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ അല്ലേ, അതാണ് നിങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും നോക്കിയിട്ട് വരാം. ബൈ. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ബൈ. Thank you, Miss.